ഹൈറിഷ് തട്ടിപ്പ് കേസിൽ ഉടമകളായ കെ.ഡി. പ്രതാപനും ശ്രീനയും മുങ്ങിയതായി സംശയം. പ്രതാപന്റെ പിതാവിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത വീടുകളിലാണ് പ്രതികൾ താമസിച്ചിരുന്നത്. ഇത് അന്വേഷണ സംഘങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണെന്ന് സംശയിക്കുന്നതായി ഇ.ഡി. പറയുന്നു. പ്രതികളുടെ ബിറ്റ്കോയിൻ ഇടപാടുകളും ഇ.ഡി. പരിശോധിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ ആസിഫ് മുഹമ്മദ് ചേരുന്നുണ്ട്. ആസിഫ്, വിവരം എന്താണ്? ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇഡിയുടെ റെയ്ഡ് ഇന്ന് രാവിലെ മുതൽ തന്നെ തുടരുകയാണ്. ഈ കണിമംഗലത്ത് ഹൈറിച്ചിന്റെ ഉടമകളായ കെ.ഡി. പ്രതാപനും ശ്രീനിയും താമസിച്ചിരുന്ന വീട്ടിലും ഓഫീസിലുമാണ് ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടക്കുന്നത്. പ്രധാനമായും ഈ 100 കോടി രൂപ ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇഡി പരിശോധിക്കുന്നത്. 3000 പേരിൽ നിന്നും 5 ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച 150 കോടി രൂപയിൽ ഏകദേശം 100 കോടിയോളം രൂപ വിദേശത്തേക്ക് ഹവാല ഇടപാടുകൾ വഴി കടത്തുകയും അത് ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ഇടപാടുകളിൽ നിക്ഷേപിച്ച് തട്ടിപ്പ് നടത്തുകയും ചെയ്തുവെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഇഡിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. UK ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്താണ് ഈ ഇടപാടുകൾ നടത്തിയിരുന്നത്. ഇക്കാര്യങ്ങളിൽ വിശദമായ പരിശോധനയ്ക്കായാണ് ഇന്ന് ഇഡി ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ റെയ്ഡിനായി എത്തിയത്. ഈ ഇഡി ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഓഫീസിലേക്ക് ഇഡി ഉദ്യോഗസ്ഥർ എത്തിയതറിഞ്ഞാണ് വീട്ടിൽ നിന്ന് കണിമംഗലത്തെ വാടക വീട്ടിൽ നിന്ന് ഇവർ സ്ഥലം വിട്ടതെന്നാണ് വിവരം. എന്തായാലും പ്രതികൾ കഴിഞ്ഞ കുറെ കാലമായി താമസിച്ചു വന്നിരുന്നത് ഈ പ്രതികളായ കെ.ഡി. പ്രതാപന്റെ പിതാവിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത വീട്ടിലാണ്. വാടക വീടുകളെല്ലാം പിതാവിന്റെ മേൽവിലാസത്തിലാണ് ഇയാൾ എടുക്കാറുള്ളതെന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇത് അന്വേഷണ സംഘത്തെ മനഃപൂർവ്വം കബളിക്കാൻ ലക്ഷ്യമിട്ടാണ് എന്നും ഇഡി സംശയിക്കുന്നുണ്ട്. എന്തായാലും ഹൈറിച്ച് ഓൺലൈനുമായി ബന്ധപ്പെട്ട് 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്നും പോലീസ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1,63,000 ഉപഭോക്താക്കളിൽ നിന്നാണ് സ്ഥാപനം പണം തട്ടിയിട്ടുള്ളത്. ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണി ചെയിൻ രീതിയിൽ നിയമപരമല്ലാതെ നിക്ഷേപം എന്ന പേരിലായിരുന്നു ഈ ഒരു കമ്പനി പ്രവർത്തിച്ചിരുന്നത്. പ്രധാനമായും സാധാരണ തട്ടിപ്പുകൾ നടക്കാറുള്ളത് നഗര കേന്ദ്രീകൃതമായുള്ള സാമ്പത്തിക തട്ടിപ്പുകളാണെങ്കിൽ അതിന് വിഭിന്നമായി കൂടുതൽ റൂറൽ ഏരിയകളിലടക്കം വലിയ രീതിയിൽ ആളുകളിൽ നിന്ന് പണം സമാഹരിച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് നടത്തിയിരുന്നത്. 10,000-കണക്കിന് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കമ്പനിക്ക് കേരളത്തിനകത്തും പുറത്തുമായി 650 ശാഖകൾ ഉണ്ടായെന്നാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇപ്പോൾ ഹൈറിച്ചിന്റെ പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത് ഇവർ 3000 പേരിൽ നിന്നും 5 ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച 150 കോടി രൂപയുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ്. ഇതിൽ 100 കോടി രൂപ ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തുകയും ബിറ്റ്കോയിൻ അടക്കമുള്ള ഇടപാടുകളിൽ നിക്ഷേപിക്കുകയും അത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയുമെന്നാണ് ഇവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റെയ്ഡ് തുടരുന്നത്. ഏതായാലും പ്രതിഷേധം മുങ്ങിയതായാണ് വിവരം. ശരി ആസിഫ്.